മനു ഭരത് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനു, പലതരത്തിലുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അത് നഗര കേന്ദ്രങ്ങൾ ഉണ്ട്, ഒപ്പം തുറമുഖ നഗരങ്ങളുണ്ട്. തുറമുഖം കേന്ദ്രീകരിച്ച് കറാച്ചിയിൽ ആക്രമണം നടക്കുന്നു. 1971 ശേഷം ആദ്യമായി കറാച്ചിയെ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? രേണുക, ഇന്ത്യ പ്രത്യാക്രമണം നടത്താനുള്ളൊരു സാഹചര്യം ഒരുക്കി പാകിസ്ഥാൻ എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ നൌഷേറയിൽ കണ്ടെത്തി എന്ന വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഈ ഡ്രോണുകൾ ആക്രമിക്കേണ്ട സാഹചര്യമുണ്ടായി, ഇന്ത്യക്ക് തടയേണ്ട സാഹചര്യമുണ്ടായി. അതുപോലെ ഡ്രോൺ ജലന്ധറിൽ ഉണ്ടായിരുന്നു, അത് സ്പോട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ അതുകൂടാതെ ജമ്മുവിലേക്കും രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ ഈ ഡ്രോണുകൾ വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ശക്തമായ ഒരു തിരിച്ചടിക്ക് വന്നത്. അതിനു മുമ്പേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു. ഒപ്പം തന്നെ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. നേരത്തെ തന്നെ തിരിച്ചടിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യക്ക് കൃത്യമായ ഇന്ത്യൻ സർക്കാർ കൃത്യമായ സന്ദേശം സേനാ മേധാവികൾക്ക് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും ആക്രമണം ഉണ്ടായത്. അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കുടുംബ വീടിന് സമീപത്ത് വരെ സ്ഫോടനം നടക്കുന്ന സാഹചര്യമുണ്ടായി. അസിം മുനീർ തടവിലാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പുതിയ കരസേനാ മേധാവി വരും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അസിം മുനീറിനോട് രാജി വയ്ക്കാൻ സഹപ്രവർത്തകർ ആവശ്യപ്പെടുന്നു എന്ന വിവരം ശക്തമായി വരുന്നു. ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ജനറൽ ഷാഹിർ ഷംഷാദ് മിർസ അടുത്ത കരസേനാ മേധാവിയാകും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ക്വറ്റയിൽ ബലൂജ് ലിബറേഷൻ ആർമി ശക്തമായ ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തുന്നു. ആഭ്യന്തര കലാപത്തിൽ കുടുങ്ങി മനു CNN കൊടുക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ബലൂചിസ്ഥാൻ BLA അറ്റാക്സ് ഗ്യാസ് വെൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം ഗ്യാസ് വെൽസ് ഉള്ള ഇടത്ത് ബലൂചിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത ഏറ്റവും ഒടുവിൽ CNN കൊടുക്കുന്നു. അത് ദേരാബക്തി എന്ന ഒരു വാതക സംഭരണ കേന്ദ്രത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. പൈപ്പ് ലൈനുകൾ, വാതക സംഭരണത്തിൻ്റെ പൈപ്പ് ലൈനുകൾ ആക്രമിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ BLA ആക്രമിച്ചു. മാത്രമല്ല ക്വറ്റയിൽ അവർ പൂർണ്ണമായ ആധിപത്യം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അങ്ങനെ സംഘടിതമായി അവിടെ സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ആക്രമണത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി വിജയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ വാതക പൈപ്പ് ലൈൻ അത് തകർത്തിരിക്കുന്നു. ഇത് ബലൂചിസ്ഥാനിൽ ഈ സൈന്യം ഇത് പിടിച്ചെടുക്കുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വ്യാവസായിക ഇടനാഴി പദ്ധതി വരെ തകരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാമ്പത്തികമായി പാകിസ്ഥാനെ ഇത് അങ്ങേയറ്റം തകർച്ചയിലേക്ക് നയിക്കും എന്ന് വ്യക്തമാണ്. വാതക പൈപ്പ് ലൈൻ ആണ് പൊട്ടിച്ചിരിക്കുന്നത്, ഒപ്പം സംഭരണ കേന്ദ്രങ്ങളും പൊട്ടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അവിടെ ഉള്ളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ പാകിസ്ഥാൻ അകത്തു നിന്നുള്ള ആക്രമണം, പുറത്തു നിന്നും, കടലിൽ നിന്നും, കരയിൽ നിന്നും, ആകാശത്തു നിന്നും സംയുക്തമായ ആക്രമണം പാകിസ്ഥാന് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആണ് ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്ന സംശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. വിമാനങ്ങൾ പാകിസ്ഥാൻ വിട്ടുപോകുന്നത് ആളുകൾ, പ്രമുഖർ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ കുടുംബമായി രക്ഷപ്പെടുകയാണോ എന്നതിൻ്റെ സംശയങ്ങൾക്ക് അത് വഴി നൽകുന്നു. ഏതായാലും ആകാശത്ത് തീമഴ പെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ INS വിക്രാന്ത് കടലിൽ നിന്ന് അവിടെ നിന്ന് ശക്തമായ പ്രഹരം പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾക്ക് നൽകുന്നു. 2 തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. കറാച്ചിയിലാണ് ഏറ്റവും ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു പൈലറ്റ് പിടിയിലായതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നിരവധി പ്രഹരം പാകിസ്ഥാന് തുടരെ ഏൽക്കുന്നു. ഇന്ന് അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ നൽകേണ്ടി വരുന്ന വില അതീവ ഗുരുതരമായ വിലയാണ് എന്ന് വ്യക്തമാകുന്നു. ഒപ്പം തന്നെ അമേരിക്ക പോലും ഇന്ന് പാകിസ്ഥാനെ കൈവിടുന്ന US സെക്രട്ടറി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പോക്സ് പേഴ്സൺ ടാമി ബ്രൂസ് പറഞ്ഞത് പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്താങ്ങുന്നു എന്ന ഇന്ത്യൻ ആരോപണം
ശരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം അവർ നടത്തുന്നു. അങ്ങനെ പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്നു. രാജ്യങ്ങൾ പാകിസ്ഥാനോട് സംയമനം പാലിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും തിരിച്ചടിക്കാൻ ശേഷിയില്ലാതെ മുട്ടുമടക്കുന്ന സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ മടങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ. അതിർത്തിയിൽ ഷെല്ലിങ്ങൾ കുറഞ്ഞിരിക്കുന്നു, പക്ഷേ ക്രോസ് ബോർഡർ ഫയറിംഗ് ചില ഭാഗങ്ങളിൽ ഉണ്ട്. ആർട്ടിലറികൾ ചിലയിടത്തു നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തടയാനുള്ള സുശക്തമായ നീക്കം ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സുപ്രധാനം. 8 മിസൈലുകൾ ഫലപ്രദമായി ഇന്ത്യയുടെ S-400 സംവിധാനത്തിന് തടയാൻ കഴിഞ്ഞു എന്നത് അതിനേക്കാൾ സുപ്രധാനമായ കാര്യമാണ്. ഒപ്പം ആർട്ടിലറി ഫയറിങ്ങുകൾക്കൊന്നും തന്നെ ഒന്നും രാജ്യത്ത് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും ലക്ഷ്യം കാണാനും കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ദിനം ഈ ദിവസം പാകിസ്ഥാന് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ദിനവും കനത്ത തിരിച്ചടി, അവർ വിചാരിച്ചതിലും അപ്പുറമുള്ള തിരിച്ചടി നേരിടേണ്ടി വരുന്ന ദിനവുമായി ഇന്ന് മാറുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അത് പഹൽഗാമിൽ ഏറ്റ മുറിവിന് ഉള്ള മറുപടിയായിരുന്നു. അത് വെറും 25 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണമായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ 2.0 ഇന്നലെ നടന്നത് കുറച്ചുകൂടി നീണ്ടുനിന്ന, പാകിസ്ഥാന് ഉള്ളിൽ കയറി ലാഹോർ വരെ നീണ്ടുനിന്നുള്ള ആക്രമണമായിരുന്നു. ഇന്നിപ്പോൾ ഇത്ര നേരമായിട്ടും ഈ ഓപ്പറേഷൻസ് അവസാനിച്ചിട്ടില്ല എന്നതാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ആ ആക്രമണങ്ങൾ ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ എന്നത് കാത്തിരുന്ന് തന്നെ അറിയണം. നാളെ MEAയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണിക്ക് എന്താണ് ഇന്നത്തെ ഓപ്പറേഷൻ എന്നത് സംബന്ധിച്ചുള്ള ഒരു ബ്രീഫിംഗ് MEAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് കരുതുന്നു. ഇന്ന് വിക്രം മിസ്ത്രി വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ അഭിമാനമായ 2 വനിതാ ഉദ്യോഗസ്ഥർ അവരും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. നാളെ 9 മണിക്കും വീണ്ടും വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഫിയ ഒപ്പം തന്നെ വ്യോമിക സിംഗ് ഇവർ 2 പേരും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. എന്താണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുള്ള പ്രഹരം എന്നതിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് ഒരുപക്ഷെ നാളെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്നും അഗ്രസീവായിട്ടുള്ള അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. നമുക്കറിയാം 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ അതിർത്തി മേഖല സംസ്ഥാനങ്ങളിലേക്ക്, പല സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച്, പലയിടങ്ങൾ കേന്ദ്രീകരിച്ച്, അതും സിവിലിയൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട്, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നത്. അതിനുള്ള തിരിച്ചടി അല്പം നീണ്ടുപോകുന്നുണ്ട്. അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്, പാകിസ്ഥാന്റെ വിചാരത്തിനോ ധാരണയ്ക്കോ അപ്പുറത്താണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെ വരുന്നു. ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ്. ഇനി എന്താണ് പാകിസ്ഥാൻ ഉള്ളിൽ നടക്കുന്നത് എന്നത് കൂടി അറിയണം. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ ശക്തി തെളിയിക്കുന്നു, കൊറ്റ പിടിച്ചടക്കിയിരിക്കുന്നു, വാതക പൈപ്പ് ലൈനുകൾ ആക്രമിച്ചിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യം വിട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കൂടി വരുന്നുണ്ട്.